സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുവചനം കേട്ട് നമ്മുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അത്ഭുതകരമായ ഒരു സമയമാണ് ഇത് എന്ന് നമുക്ക് തിരിച്ചറിയാം. വിശുദ്ധ വചനത്തിൽ വേരൂന്നി വളരുന്നവർ എപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷം പോലെയാണ് എന്ന് നമ്മളോട് ഒന്നാമത്തെ സങ്കീർത്തനവും അതുപോലെ ജെറമ്യാ പ്രവാചകനും ഒക്കെ പറയുന്നുണ്ട്. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവ തിരുസന്നിധിയിൽ അവിടുത്തെ വചനത്തിൻ്റെ അഭിഷേകം നമ്മളിൽ നിറയാൻ, പരിശുദ്ധാത്മാവാകുന്ന നദിയിലേക്ക് നമ്മളുടെ വേരുകളെ ആഴപ്പെടുത്തി നമുക്ക് എപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്ന ദൈവത്തിൻ്റെ പൈതങ്ങളായി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, പരിശുദ്ധി അമ്മയോട് വിശ്വസിച്ച പിതാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് അങ്ങയുടെ വചനത്തിൻ്റെ വലിയ അഭിഷേകം, ജ്ഞാനത്തിൻ്റെ അഗ്നിയും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കുവാൻ തക്കവിധം ഈ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ തിരുവചനം വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം എങ്ങനെയാണ് പറയുന്നത്? നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മളുടെ വാക്കുകളെക്കുറിച്ച്, നമ്മുടെ നാവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം എന്ന ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. യാക്കോബ് ശ്ലീഹ ഇതേ അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് സംസാരത്തിൻ്റെ വിശുദ്ധിയിലൂടെ വെളിപ്പെടുന്നതാണ് എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വചനത്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഈ അടുത്ത കാലത്ത് എനിക്ക് വാട്സപ്പിൽ ഒരാൾ നൽകിയ ഒരു മെസ്സേജാണ്. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ യൂട്യൂബിൽ ഇടുന്നുള്ളത് കൊണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടായിരിക്കാം, അതിനിടയിൽ ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്യുകയാണ്, അച്ഛാ, ഈ നാവിനെക്കുറിച്ചും വാക്കുകളെ, നമ്മുടെ സംസാരത്തെക്കുറിച്ചും കുറച്ച് വീഡിയോസ് ഇടുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിങ്ങനെ വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം ഇതാണ്. ഒരു പക്ഷേ ആ വ്യക്തി, ഞാൻ കൂടുതൽ അന്വേഷിച്ചില്ല, പക്ഷേ പലരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, നമ്മൾ അനേകരുടെ നാവുകൊണ്ട് ക്ഷതമേറ്റ ജനം ഈ ലോകത്തുണ്ട്. അനേകരുടെ നാവുകൊണ്ട് തകർന്നു പോയ ജീവിതങ്ങൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പറയുകയാണ്, ജീവിത വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, സ്വർഗമാണ് നമ്മൾ കാക്ഷിക്കുന്നതെങ്കിൽ, നമ്മൾ നാവിൻ്റെ വിശുദ്ധിയെ ശ്രദ്ധിക്കണം. വിശുദ്ധ പത്രോസ് ശ്ലീഹ ഈ ഒരു കാര്യത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, 1-ാമത്തെ ലേഖനത്തിൽ, വിശുദ്ധ പത്രോസ് ശ്ലീഹയുടെ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. അതായത് ജീവിതത്തെ സ്നേഹിക്കുന്നു, നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ, നമ്മളുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് ഒരു പ്രത്യാശയുണ്ടെങ്കിൽ, നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, പത്രോസ് ശ്ലീഹ പറയുകയാണ്, നമ്മളുടെ നാവിനെ തിന്മയിൽ നിന്ന്, നമ്മുടെ അധരത്തെ വ്യാജത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് കർത്താവ് നമുക്ക് നൽകിയ ഈ വലിയൊരു അനുഗ്രഹം, നമ്മുടെ ഈ നാവ്, സംസാര ശേഷി, നമ്മളുടെ അറിവ്, ഇതെല്ലാം നമുക്ക് അനുഗ്രഹമായി മാറണമെങ്കിൽ നമ്മളത് അനുഗ്രഹത്തിൻ്റെ ഒരു മാർഗമെന്ന രീതിയിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും മറ്റുള്ളവരെ കുറിച്ച് നന്മ പറയുവാനും ഉപയോഗിക്കണം. ഇവിടെ പത്രോസ് ശ്ലീഹ അതിന് തൊട്ട് മുമ്പത്തെ വചനത്തിൽ, അതായത് 9-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. അപ്പൊ അനുഗ്രഹം അവകാശമാക്കുവാനാണ് നമ്മളുടെ വിളി. നമ്മൾ ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കുവാൻ, നമ്മൾ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, വിശുദ്ധ പത്രോസ് ശ്ലീഹ പറയുകയാണ്, തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനയോ
പരദൂഷത്തിന് പകരമായി മറ്റുള്ളവരുടെ ദൂഷണമോ ഏഷണിയോ ആയി നമ്മളുടെ നാവിനെ നമ്മുടെ ജീവിതത്തെ അധപതിക്കരുത്. മറിച്ച് നമ്മൾ അനുഗ്രഹം കൊടുക്കുന്നവരായിരിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ ഈ പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ തിരുവചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ നാവ് ഉപയോഗിച്ച് നമ്മൾ അനേകരെ തകർക്കുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാണ്. പ്രഭാഷകൻ 28-13 മുതലുള്ള തിരുവചനങ്ങൾ. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവൻ. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അപവാദം അനേകരെ തകർക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചിതറിക്കുകയും ചെയ്തിട്ടുണ്ട്. നാട് വിട്ടു പോകേണ്ട സ്ഥിതി മറ്റുള്ളവർക്ക്, അയൽപക്കക്കാർക്ക് ചിലർ വരുത്തി വെച്ചിട്ടുണ്ടെന്ന് അർത്ഥം. സഹോദരങ്ങളെ, വീണ്ടും വചനം പറയുകയാണ്. 16 മുതൽ തിരുവചനങ്ങൾ. അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ഇല്ല. ഒരാൾ പറയുന്ന അപവാദത്തിന് വേറൊരാൾ ചെവി കൊടുത്ത് അത് വീണ്ടും ഏറ്റുപറയുമ്പോൾ സ്വസ്ഥത നഷ്ടപ്പെടും. അത് പറയുന്നവർക്ക് തന്നെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന വചനം പറയുകയാണ്. ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. ചാട്ട കൊണ്ടടിച്ചാൽ ശരീരത്തിൽ ഒരു ചോര തിണർത്ത് കിടക്കുന്ന ഒരു പാട് വരും. കുറച്ചു കാലം കഴിയുമ്പോൾ അത് മാറും. എന്നാൽ നാവുകൊണ്ടാണ് പ്രഹരമെങ്കിൽ ഒരുപക്ഷെ ഈ ജീവിതത്തിൽ, ഈ ജന്മത്തിൽ അത് മാഞ്ഞു പോകണമെന്നില്ല. ദൈവത്തിന്റെ തിരുവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ചാട്ട കൊണ്ടടിക്കുന്നതിനേക്കാളും ക്രൂരമാണ്, മൃഗീയമാണ് നാവ് കൊണ്ടുള്ള പ്രഹരം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. നമ്മുടെ ജീവിതത്തിന് ഈ ചുറ്റുവട്ടത്തുള്ള സാഹചര്യങ്ങൾ, അത് രാഷ്ട്രീയമാണെങ്കിലും സാമൂഹികമാണെങ്കിലും നമ്മളുടെ വിശ്വാസത്തിന്റെ സഭാജീവിതത്തിന്റെ തലത്തിലാണെങ്കിൽ പോലും പലപ്പോഴും നാവ് കൊണ്ട് അടിച്ച് മറ്റുള്ളവരെ തകർക്കുന്ന ഒരു ശൈലി ഇന്നത്തെ സമൂഹത്തിന് പൊതുവെ വന്നത് ചേർത്തിരിക്കുക. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും ചാനലുകളൊക്കെ വന്നതിന് ശേഷം അത് ഒരു ശൈലിയായി തന്നെ മാറിയിരിക്കുകയാണ്. മറ്റുള്ളവരെ കുറിച്ച് നന്മ പറയുന്നതിന് ഉപരി മറ്റുള്ളവരുടെ ചെറിയ ചെറിയ കുറവുകൾ പോലും കണ്ടെത്തി അത് പെരുപ്പിച്ച് അവരെ താറടിക്കുന്ന ഒരു ശൈലിയിലേക്ക് നമ്മൾ അധപതിച്ചിരിക്കുകയാണ്. ഇത് ഉചിതമല്ല എന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുകയാണ്. ദൈവമക്കളെ, ഇത് ഉചിതമല്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ? നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന അതേ നാവുകൊണ്ട്, കർത്താവിന്റെ പ്രാർത്ഥനകൾ ചൊല്ലുന്ന അതേ നാവുകൊണ്ട് നിങ്ങൾ അവരനെ ദ്വേഷിക്കുകയും അവരനെ തകർക്കുവാൻ വേണ്ടി ദൂഷണം, ഏഷണി പറയുകയും ചെയ്താൽ എങ്ങനെ ഇത് സാധിക്കും? ഒരേ ഉറവയിൽ നിന്ന് എങ്ങനെ മധുരവും കയ്പും വരാൻ സാധിക്കും? പ്രിയ സഹോദരങ്ങൾ, അതുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തിന് വില കൊടുക്കുന്നവർ, ആധ്യാത്മിക ജീവിത ശൈലി പ്രാപിക്കുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അരുവിക്ക് ഒരൊറ്റ സ്രോതസ്, ആ ഒറ്റ സ്രോതസ്സിൽ നിന്ന്, ഒരൊറ്റ ഉറവയിൽ നിന്ന് ഒരേ തരം ജലം, അത് മധുര ആയിരിക്കട്ടെ എപ്പോഴും. അത് നന്മയുടെ, അനുഗ്രഹത്തിന്റെ വാക്കുകളായിരിക്കട്ടെ. ദൈവത്തിന്റെ തിരുവചനം വീണ്ടും പ്രഭാഷകൻ 28-18 പറയുകയാണ്. വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലും ഏറെയാണ്. വാഴ്ത്തല അതായത് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. പഴയ നിയമത്തിന്റെ വാൾത്തല കൊണ്ട് മരിച്ച 10,000-ങ്ങളെക്കാൾ കൂടുതലാണ് നാവിന്റെ പ്രഹരമേറ്റ് തകർന്നു പോയവർ എന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുകയാണ്. വീണ്ടും കർത്താവിന്റെ തിരുവചനം 28-ാമത്തെ അധ്യായത്തിൽ തന്നെ 12-ാമത്തെ തിരുവചനം പറയുകയാണ്. എങ്ങനെയാണ് നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത്? വളരെ സുന്ദരമായ ഒരു ഉദാഹരണമാണ്, ഒരു ഉപമയാണ് വചനം ഇവിടെ പറയുന്നത്. ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൽ അത് കെട്ടുപോകും. അപ്പോൾ രണ്ടും ഒരേ വായിൽ നിന്ന് വരുന്നു. നമുക്കൊരു ചെറിയൊരു തീപ്പൊരി ഉണ്ടെങ്കിൽ അതിനെ ഊതി 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 നമുക്ക് ആളി കത്തിക്കാൻ പറ്റും. അതേസമയം അതിന്റെ മുകളിൽ തുപ്പി അതിനെ കെടുത്തി കളയാനും പറ്റും. രണ്ടും വായിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഇത് പറഞ്ഞിട്ട് പ്രഭാഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ നാവ്, നമ്മുടെ വായ്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ദൈവം തന്നിരിക്കുകയാണ്. അത് ഊതിപ്പെരിപ്പിച്ച് ദൂഷണങ്ങൾ മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കണമോ, അത് എവിടെയെങ്കിലും കേൾക്കുന്ന ഒരു ചെറിയ ആരുടെയെങ്കിലും ഒരു കുറവിനെ അവിടെ തന്നെ കെടുത്തിക്കളയണമോ? ഇത് നാവ് കൊണ്ട് തന്നെ സാധിക്കുമെന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ ദൂഷണം പറയുന്നത് നമുക്ക് തന്നെ
ഒരു നാശത്തിന്റെ കാരണമാകും എന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുകയാണ്. അതുപോലെ തന്നെ സംഖ്യയുടെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായം അവിടെ മോശയുടെ കാര്യത്തിൽ മിറിയാമും അഹറോന്റെ ഭാര്യയാണ് മിറിയാൻ, ഇവർ രണ്ടുപേരും കൂടെ മോശയ്ക്കെതിരെ ദൂഷണം പറയുന്നു. അവരെ മോശയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനെ കുറിച്ച് പറയുകയാണ്. മോശയുടെ ഭാര്യയെ കുഷ്ഠസ്ത്രീയെ പ്രതി മിറിയാമും അഹറോനും അവനെതിരായി സംസാരിച്ചു. കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്, ഞങ്ങളുടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ് അവരിങ്ങനെ ചർച്ച ചെയ്യുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ചർച്ചയ്ക്കിടയിൽ കർത്താവ് ഇടപെടുകയാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, കർത്താവ് അത് കേട്ടു. 3-ാമത്തെ തിരുവചനം, മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യനും വെച്ച് സൗമ്യനായിരുന്നു, കർത്താവ് അത് കേട്ടു. ഇത്രമാത്രം സൗമ്യനായ മോശ കർത്താവിന് മുമ്പിൽ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. പക്ഷേ അവരുടെ ഇടയിൽ ഒരു ശിക്ഷണ നടപടി കർത്താവ് സ്വീകരിച്ചു. മിറിയാം സത്യത്തിൽ കുഷ്ഠം ബാധിച്ച് പിന്നെ ഒരു തകർച്ചയിലേക്ക് പോകുന്നു. മോശയുടെ മധ്യസ്ഥ്യം വഴി കർത്താവ് അതിന്റെ ദിവസങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നു. 7 ദിവസമെങ്കിലും അവൾ പാളയത്തിന് വെളിയിൽ താമസിക്കട്ടെ എന്ന് പറഞ്ഞ് സകല ജനത്തിനും ഒരു ഉത്തമമായ ഉദാഹരണം, മാതൃക ദൈവം നൽകുകയാണ്. എങ്ങനെയാണ് അധികാരികളെ കുറിച്ചാണെങ്കിലും കൂട്ടത്തിലുള്ളവരെ കുറിച്ചാണെങ്കിലും ദൈവത്തിന്റെ ദൂത് പേരി നടക്കുന്നവരെ കുറിച്ചാണെങ്കിലും ഒക്കെ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ നാവിനെ ക്രമീകരിക്കേണ്ടത് എന്ന് കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു. സഹോദരങ്ങൾ, അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ചുള്ള ദൂഷണം, മറ്റുള്ളവരെ കുറിച്ച് നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്, പത്രങ്ങളിലും മാധ്യമങ്ങളിലും കാണുന്നതാണ്. ഉള്ളതോ ഇല്ല